ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു ഹോള് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലൊരു ഹോളാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സബോളയുടെ ഉള്ളിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി വേണ്ടത് എണ്ണയാണ്. വിളക്കെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ ഈ കർപ്പൂരം കൂടെ ഒരെണ്ണം ഞാനിതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തിരി വേണം. നമുക്ക് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തിരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ഇത് കത്തിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് സന്ധ്യാസമയത്ത് കയറി വരുന്ന കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈച്ച, പ്രാണി ഇതൊന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല. നല്ലൊരു സ്മെല്ലും ആയിരിക്കും. കർപ്പൂരവും കടുകും എല്ലാം കൂടി നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് വീടിനുള്ളിലുണ്ടാകും. നല്ലൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കണേ.